എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പ്രഭാത ധ്യാനത്തിനായി വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. ദൈവരാജ്യ അനുഭവം, ജീവിത വിശുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മുടെ ധ്യാനങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. കർത്താവ് പറഞ്ഞു, നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ. യാക്കോബ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 2 കാര്യം വ്യത്യാസപ്പെട്ടു. ഒന്ന്, തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണം മാറി. 2, തൻ്റെ ജീവിതത്തിൻ്റെ ആഗ്രഹവും മാറി. അപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവ് പൂർണ്ണനായി എന്നുള്ളതല്ല, ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും ജീവിതത്തിൽ തനിക്കുള്ള ആഗ്രഹവും മാറി എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആഗ്രഹം എന്താണെന്നറിഞ്ഞാൽ നമ്മുടെ ഹൃദയം എങ്ങനെ ഇരിക്കുന്നു എന്നറിയാം. അതുകൊണ്ട് ജീവിത വിശുദ്ധിക്കായി ഒരു കൊതി അല്ലെങ്കിൽ ആഗ്രഹം നമുക്ക് ആവശ്യമാണ്. ഒരു പാട്ടുകാരൻ പാടിയത്, എൻ്റെ ഹൃദയത്തെ തുടിപ്പിക്കുന്നതൊക്കെ യേശുവാകുന്നു. അങ്ങനെ പാടണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച മാൻ നീർത്തോടിനായി കാക്ഷിക്കുന്നത് പോലെയാണ്. സങ്കീർത്തനക്കാരൻ എഴുതിയത് കൊണ്ട് നാം വല്ലപ്പോഴുമൊക്കെ അത് ഒന്നെടുത്ത് വായിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ആഴമായ ആഗ്രഹമല്ല. നമ്മൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ന്യൂസ് പേപ്പർ രാവിലെ വായിക്കണം എന്നുള്ളത് ആഗ്രഹമാണ്. അതുകൊണ്ട് വഴിയാത്ര പോകുമ്പോൾ ഏത് സ്റ്റേഷനിൽ ഇറങ്ങിയാലും ന്യൂസ് പേപ്പർ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ന്യൂസ് പേപ്പറിൻ്റെ ഒരു കഷ്ണം എവിടെ പോയാലും തൂങ്ങിക്കിടപ്പുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ആ വാർത്തകളിലേക്ക് നമ്മുടെ കണ്ണ് ഒന്ന് പരതാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് ഒരു വാഞ്ചയാണ്. ഹൃദയത്തിൽ ഒരു വാഞ്ച കിടക്കുന്നിടത്തോളം കാലം അതിനായിട്ട് ഉള്ള ഒരു കാംക്ഷ അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടായിക്കൊണ്ടിരിക്കും. ജീവിത വിശുദ്ധി വേണമെങ്കിൽ ഹൃദയത്തിനുള്ളിൽ നീതിക്ക് വേണ്ടി വിശന്ന് ദാഹിക്കണം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് രക്ഷിക്കപ്പെട്ട് നീതീകരിക്കപ്പെട്ട് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചു. ഒരു ഭക്തൻ്റെ ജീവിതത്തെ അങ്ങനെയാണ് അവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. പാപത്തിൽ നിന്ന് നീതീകരിക്കപ്പെട്ടു, പാപങ്ങളെ മാറ്റി ശുദ്ധീകരിച്ചു. രക്ഷയുടെ അനുഭവത്തിൽ വന്നതിന് ശേഷം 5-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു, ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ട്. 6-ാം അധ്യായത്തിൽ പറയുന്നു, നാം ക്രിസ്തുവിനോട് ചേർന്നവരാണ്. 7-ാം അധ്യായം ഓർമ്മിപ്പിക്കുന്നു, മണവാളനോട് ചേർന്നിരിക്കുന്ന മണവാട്ടിയായി ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ. ഇത്രയൊക്കെ അനുഭവത്തിൽ വന്നിട്ടും ഹൃദയത്തിൽ നിന്ന് പറയുന്നത്, പൗലോസ് പറയുന്നു 7-ാം അധ്യായം റോമാലേഖനത്തിൻ്റെ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, നന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നു. എൻ്റെ ഉള്ളിലൊരു പാപത്തിൻ്റെ പ്രമാണം കാണുന്നു. അയ്യോ എന്ന് വിളിക്കുന്ന ഭക്തനാണ് പൗലോസ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പാടുന്നത് പൗലോസാണ്. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിലേ ജയത്തിൻ്റെ ഘോഷം മുഴക്കാൻ ദൈവം നമ്മെ അനുവദിക്കുകയുള്ളൂ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വാഞ്ച, എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം.
യെശയ്യാ പ്രവാചകൻ പറഞ്ഞു, അയ്യോ, ഞാൻ അശുദ്ധ അധരങ്ങളുള്ള മനുഷ്യൻ, അശുദ്ധ അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു. അപ്പോൾ തന്നെ യാഗപീഠത്തിൽ നിന്ന് തീക്കനലെടുത്ത് അവൻ്റെ അധരത്തെ തൊട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. നമ്മുടെ ആഗ്രഹത്തിൻ്റെ നിലയിലെ ദൈവം നമ്മെ കണ്ടുമുട്ടുകയുള്ളൂ. യാക്കോബിനെ യാബോക്കിൻ്റെ തീരത്ത് കൊണ്ടുവന്നത് അവൻ്റെ ആഗ്രഹങ്ങളെ എല്ലാം മാറ്റി ദൈവത്തോടുള്ള ആഗ്രഹം അവനിൽ ജനിപ്പിക്കാനാണ്. ആടുമാടുകളോ സമ്പത്തോ ഭാര്യമാരോ ഒന്നുമല്ല ആഗ്രഹം. നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്നുറച്ചപ്പോൾ അവിടെ വെച്ച് ദൈവം അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ ജീവിത വിശുദ്ധിയെക്കുറിച്ച് ധാരാളം കേൾക്കുന്നുണ്ടെങ്കിലും നമ്മിൽ ഇത് ശക്തിയായി വ്യാപരിക്കാത്തതിൻ്റെ കാരണം ഇതുവരെയും ഇതിനു വേണ്ടി അമിതമായിട്ടുള്ളൊരാഗ്രഹം നമ്മിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തോൽവിയിൽ നിന്നും വിജയം വേണമെന്നുണ്ട്, കഷ്ടതയിൽ നിന്നും വിടുതൽ വേണമെന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഇത് ഒന്നുമില്ലെങ്കിലും എൻ്റെ ജീവിതത്തിനൊരു വെടിപ്പും എൻ്റെ പ്രായോഗിക ജീവിതത്തിലൊരു വിശുദ്ധിയും നീ എനിക്ക് തന്നല്ലാതെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്ന ആത്മാവിനെ ദൈവം തൃപ്തിപ്പെടുത്തും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായി ഉള്ളത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിശുദ്ധ ജീവിതത്തിനുള്ള ആഗ്രഹം നമ്മിൽ ജനിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ജീവിത വിശുദ്ധിക്ക് ഒരു ശിക്ഷണം ആവശ്യമുണ്ട്. ഒന്നാമത് നമ്മൾ കണ്ടത് ജീവിത വിശുദ്ധിക്കായ ഒരു കൊതി നമ്മിലുണ്ടാകണം. ഇവിടെ ജീവിത വിശുദ്ധിക്ക് ഒരു ശിക്ഷണം ആവശ്യമാണ്. തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്ക വിധം അഭ്യാസം ചെയ്യുക. കർത്താവിൻ്റെ പിന്നാലെ വരുന്ന ദൈവമക്കളെ വിളിക്കുന്നത് ശിഷ്യന്മാർ എന്നാണ്. ശിഷ്യന്മാരുടെ പ്രത്യേകത ശിക്ഷണം ലഭിച്ചവർ എന്നുള്ളതാണ്. യോദ്ധാക്കളായിട്ടും തിരുവചനത്തിൽ വിശ്വാസികളെ ചിത്രീകരിച്ചിട്ടുണ്ട്. യോദ്ധാക്കൾ ശിക്ഷണത്തിൽ കൂടെ കടന്നുപോയവരാണ്. വഴിയിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയി സാധാരണഗതിയിൽ ഒരുത്തനെ യുദ്ധമുന്നണിയിൽ നിർത്താറില്ല. യോദ്ധാവിന് ലഭിക്കേണ്ട ശിക്ഷണത്തിൽ കൂടെ എല്ലാം കടത്തിവിട്ടതിന് ശേഷമേ യുദ്ധമുന്നണിയിൽ നിർത്താറുള്ളൂ. അപ്പോൾ ദൈവഭക്തിയിൽ വളരാൻ അഭ്യാസം ചെയ്യണം. ശിക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അതിനുള്ള 3 പടികൾ കയറാൻ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നിത്യതയിലേക്കുള്ള വഴിയെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുമായി അതിനെ ചേർത്ത് നിർത്താം. ഒരു വഴി വിശാലമാണ്, അത് നാശത്തിലേക്ക് പോകുന്നു. മറ്റേ വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളതാണ്. അതുവഴി കടന്നു പോകുന്നപ്പോൾ വളരെ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഈ വഴിയെ കൂടെ കടന്നു പോകുന്നതിന് ഒരു ശിക്ഷണം ഉണ്ട്. അതിൻ്റെ 3 കാര്യങ്ങൾ. 1, ഇത് വ്യത്യസ്തപ്പെട്ട വഴിയാണ്. ഇടുക്കമുള്ള വഴിയിലൂടെ പോകുമ്പോൾ നമ്മൾ അറിയും ഇത് വേറൊരു വഴിയാണ്. വിശാലമായ വഴിയിൽ കൂടെ സഞ്ചരിച്ച് വിശുദ്ധനാകാൻ പറ്റില്ല. അതുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കണമെങ്കിൽ ആ വഴിയിൽ കൂടെ പോകാതെ ഞെരുക്കമുള്ള വഴിയിൽ കൂടെ പോകാൻ ഒരു തെരഞ്ഞെടുപ്പ് നമുക്ക് ആവശ്യമാണ്. 2, ഇത് നേരെയുള്ള ഒരു വഴിയാണ്. വളരെയധികം ശിക്ഷണത്തിൽ കൂടെ കടന്നു പോകുന്നവനാണ് ഒരു ദൈവവിശ്വാസി. ശിക്ഷണമില്ലാത്ത മനുഷ്യൻ ദൈവഭക്തനല്ല. ഒരു വിശ്വാസി കർത്താവുമായി ചേർന്ന് നടക്കുക എന്നുള്ളതിന് ഒരു വലിയ തെളിവുണ്ട്. അവൻ്റെ ജീവിതത്തെ നോക്കിയാൽ മതി. ശിക്ഷണമില്ലാത്ത ജീവിതം ദൈവത്തോടുള്ള ബന്ധത്തിൽ തെളിവല്ല. നമ്മുടെ ഓഫീസിലെ മേശയൊക്കെ ഈ ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ക്രമീകരിക്കപ്പെടുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പാട്ടുണ്ട്, ടേക്ക് ടൈം ടു ദ ഹോളി എന്ന് വെച്ചാൽ വിശുദ്ധനാകാൻ അല്പം സമയമെടുക്കണം. അതിനുവേണ്ടി സമയം ചെലവിടണം. സമയം ചെലവിടാതെ നമുക്ക് വിശുദ്ധരാകാൻ
സാധിക്കില്ല. 3, ഈ വഴി സന്തോഷത്തിൻ്റെ വഴിയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായത്തിൽ ഈ വഴിയിൽ കൂടെ പോകുന്നവർ സന്തോഷത്തോടും ഉല്ലാസത്തോടും ആർപ്പോടും കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് ഇതൊരു വേർപെട്ട വഴിയാണെങ്കിലും, മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് ജീവിക്കുന്ന അനുഭവമാണെങ്കിലും, ശിക്ഷണത്തിൽ കൂടെ പോകുന്നതാണെങ്കിലും ഇതൊരു സന്തോഷത്തിൻ്റെ വഴിയാണ്. പുതിയ ദിനത്തിൻ്റെ പ്രഭാതം നമുക്ക് സന്തോഷത്തിൻ്റെ അനുഭവമാക്കി മാറ്റാം. കാരണം ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ, ആ ഒരു ശിക്ഷണത്തിൽ നിലനിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ അടിയങ്ങളെ കാത്തു സൂക്ഷിച്ചുവല്ലോ. പ്രതീക്ഷയുടെയും നന്മയുടെയും പുതിയ പ്രഭാതത്തിലേക്ക് ഞങ്ങൾ വരുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ ജീവിത വിശുദ്ധിക്കായുള്ള വലിയൊരാഗ്രഹവും വാഞ്ചയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഞങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടും ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിപ്പാൻ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. കർത്താവിൻ്റെ കൃപയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു. അങ്ങനെയുള്ള ഒരു ശിക്ഷണത്തിലൂടെ കടന്നു പോകുവാൻ, അതിൽ നിലനിൽപ്പാൻ ഞങ്ങളെല്ലാവരെയും ഇടയാക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ യാത്രകൾ, ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഞങ്ങളുടെ ജോലി സംബന്ധമായ ഇടങ്ങൾ, എല്ലാ അനുഭവങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. വഴി നടത്തണമേ. അങ്ങയുടെ ആലോചന ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങളെ പങ്കുവെച്ച് ദൈവത്തെ സ്തുതിക്കുന്ന എല്ലാവരോടും കൂടെ ഇരിക്കണം. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പുതിയ വർഷം എല്ലാ നാളുകളിലും അനുഭവിപ്പാൻ സഹായിക്കണം. യേശു മശിഹ മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.